എന്ത് പറയാൻ കഴിയുമെന്ന് തന്നെയാണ്. കാരണം ആ, ചിതറപ്പെട്ട അല്ലെങ്കിൽ തകർക്കപ്പെട്ട സ്വപ്നങ്ങളുടെ നൊമ്പരം പേറുന്നവരാണ് ഒരു കൂട്ടം പേർ ഇവിടെയുള്ളത്. ഇവരെ കരുതി ഒരുപാട് സ്വപ്നങ്ങള് എല്ലാം ഉള്ളിലൊതുക്കിയ ഒരുപാട് പേർ. കാരണം നഷ്ടമായത് എന്തൊക്കെയാണെന്ന് അവർക്ക് ഇപ്പോൾ വിവേചിച്ച് പറയാൻ അവർക്ക് സാധിക്കില്ല എന്നതാണ്. കാരണം മുന്നോട്ടുള്ള പോക്കിൽ മാത്രമാണ് തങ്ങളുടെ നഷ്ടം എത്ര വലുതായിരുന്നു എന്നും എത്രമേൽ അത് ആഴത്തിലുള്ളതായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുള്ളൂ. കാരണം ഈ ഒരു സമയം ഒരുപക്ഷെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും അവർ അതിജീവിച്ചേക്കാം. പക്ഷെ മുന്നോട്ടുള്ള പോക്കിൽ അതിന്റെ ഒരു ആഴവും അതിന്റെ ഒരു പരപ്പും നഷ്ടങ്ങളുടെ യാഥാർത്ഥ്യവും എല്ലാം തന്നെ അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും. കാരണം നഷ്ടങ്ങൾ എപ്പോഴും അത്തരത്തിൽ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ അത് ഒരു ചതുപ്പ് പോലെ ആണ്ടുപോകുന്ന ഒരിടമാണ്. അത് ആ രീതിയിൽ തന്നെയാണ് ഓർമ്മകൾ അത്രയും ഉണ്ടാവുക. ഇവിടെ വന്നു നിൽക്കുന്നവർ നമുക്ക് ഇതിൽ സ്വാഭാവികമായും അവരുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഇറങ്ങി നമ്മുടെ വാക്കുകൾ വിതുമ്പലുണ്ടാകും. കാരണം സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണത്. ഇവിടെയുള്ളവരെല്ലാവരും ആ രീതിയിൽ ഇപ്പോൾ ഈ അതിന്റെ മൃതദേഹ പേടങ്ങൾ അത് തുറക്കാൻ കഴിയുമോ എന്നത് പോലും ചിലരുടെ കാര്യത്തിലെങ്കിലും സംശയമുണ്ട് എന്ന് പറയുന്നു. കാരണം ആഴത്തിൽ പൊള്ളലേറ്റവരടക്കം ഇതിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി തന്നെ കൊച്ചി വിമാനത്താവളം വഴി തന്നെ പലകുറി ഇവർ കടന്നു പോയിട്ടുണ്ടാകാം. പലകുറി അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ ഒരു യാത്ര, ആകാശയാത്രയുടെ തുടക്കം ഒരുപക്ഷെ നെടുമ്പാശ്ശേരിയിൽ നിന്നാകാം. ഈ ഉയരുന്ന വിമാനത്തിൽ നിന്നായിരിക്കാം അവർ തന്റെ നാടിനെയും പച്ചപ്പിനെയും എല്ലാം കണ്ടത്. തിരികെ വരുമ്പോഴും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവർ ഈ ആകാശജാലകങ്ങളിൽ ഇരുന്ന ഈ നാടിനെയും കണ്ടു കാണും. പക്ഷേ ഇങ്ങനെയൊരു യാത്ര ഒരുപക്ഷെ ആരും അത് പ്രതീക്ഷിച്ചിട്ടില്ല. അവരുടെ സന്തോഷങ്ങളുടെ ഒരിടം തന്നെയായിരിക്കും ഇപ്പോഴും. നമ്മൾ ഈ വിമാനത്താവളത്തിൽ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് പല വാർത്തകൾക്കായി വായിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ആഗമനം എന്ന ആ സ്ഥലത്ത് അവിടെ കാണുന്ന ഒരു സന്തോഷങ്ങളുണ്ട്, കൂടിച്ചേരലുകളുണ്ട്. അതെല്ലാം വളരെ വലുതാണ്. അതുപോലെ പുറത്തേക്ക് പോകാനുള്ള ആശങ്ക അത് താൽക്കാലികമാണെങ്കിലും അവരുടെ ഒരു സങ്കടങ്ങളും സന്തോഷത്തിൽ നിന്നാൽ കണ്ണുനീരുമെല്ലാം ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവിടേക്ക് ഇനി ഇവർക്ക് ഈ വിമാനത്താവളത്തിൽ അത് ഇപ്പോഴും സങ്കടങ്ങളുടെ ഒരു തുരുത്ത് പോലെയായിരിക്കും. തങ്ങളുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട ഒരു ഇടം തന്നെയെന്ന് ഇതിന് പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. കാരണം എല്ലാം ഒരുക്കപ്പെട്ട ഇവിടെ നിന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുപോയ പല യാത്രകളുണ്ടാകാം. കാരണം ഇവർ അധികകാലമായി വിദേശത്തുള്ളവരുണ്ടാകും. പലപ്പോഴും ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളവരുണ്ടാകും. എത്ര സന്തോഷത്തോടെ, എത്ര സ്നേഹത്തോടെ, എത്ര ആഹ്ലാദത്തോടെ അവർ മടങ്ങിയിട്ടുണ്ടാകാം. വീടുകളിലേക്ക് ചോക്ലേറ്റുകളും കുഞ്ഞുടുപ്പും കളിപ്പാട്ടങ്ങളും എല്ലാമായി അവർ ഇവിടെ നിന്ന് ആ വിമാനത്താവളത്തിൽ നിന്ന് വീടുകളിലേക്ക് സ്നേഹത്തോടെ മടങ്ങുന്നുണ്ടാകാം. ഒളിപ്പിച്ചു വെച്ച സമ്മാനപ്പൊതികൾ വീട്ടിൽ വളരെ സാന്ദർഭികമായി പുറത്തെടുക്കാൻ വളരെ സമ്മാനപ്പൊതികൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് കരുതിയിട്ടുണ്ടാകാം. അങ്ങനെ എത്രയോ ഓർമ്മകൾ ചേർത്ത് വെക്കുന്നുണ്ടാകാം ഇവർ ഇവിടെ എത്തുമ്പോൾ. അതെല്ലാം ഈ ചേതനയേറ്റ ശരീരങ്ങൾ അവർക്ക് സമ്മാനിച്ച സന്തോഷങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ചേർത്ത് വെക്കാനുണ്ടാകാം. ഇതെല്ലാം ഒരു മാസം കൊണ്ട് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അത്രയ്ക്കധികം വികാരമായി കൂടിയാണ് ഇവരെ ഒരു രൂപത്തിലും നിൽക്കുന്നത്. സങ്കടമല്ലാതെ മറ്റൊന്നുമില്ല ഇവരുടെ ആരുടെയും മുഖത്ത്. അത്രമേൽ സങ്കടമെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. ഇപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ ഓരോരുത്തരുടേതായി ഇപ്പോൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക്, നിശ്ചയിക്കപ്പെട്ട വാഹനങ്ങളിലേക്ക് കയറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അതിലേക്ക്